അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തലേ ദിവസം അറബി പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട് അജ്മലിന് സത്യം പറഞ്ഞാൽ അന്ന് സമാധാനമുണ്ടായിരുന്നില്ല. ഹംദ ചോദിക്കുന്നു, എന്തു പറ്റി അജ്മൽ, എന്തു പറ്റി? അതെ, അവൾ ഇപ്പോൾ നല്ല ബോധത്തോടു കൂടി തന്നെയാണ് ചോദിക്കുന്നത്. അജ്മൽ പറഞ്ഞു, ഹംദ, എൻ്റെ ഹംദക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ന് വെച്ചാൽ എന്താണ് അജ്മൽ ഉദ്ദേശിക്കുന്നത്? ഹംദ, ഒരു പക്ഷേ ഞാനില്ലാത്ത സാന്നിധ്യം അത് നിനക്ക് അനുഭവിക്കേണ്ടി വരും. നോ, എന്താ നിങ്ങൾ പറയുന്നത്? ഇത്രക്കും ടയർഡായ എന്നോടാണോ നിങ്ങൾ ഈ വാക്കുകളൊക്കെ പറയുന്നത്? ഹംദ, ഞാനൊരു മലയാളിയായ യുവാവാണ്. ഒരിക്കൽ പോലും അറബികളായ നിങ്ങളുടെ കൂടെ എനിക്ക് കൂടുതൽ നിൽക്കാൻ സാധിക്കില്ല. അതെ, ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. നിന്നെ പഴയ രീതിയിലേക്ക് ആക്കിയെടുത്തിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് അതേ പറയാൻ കഴിയുന്നുള്ളൂ. കാരണം എനിക്ക് എൻ്റെ ഹംദ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. പക്ഷേ ഹംദ, ഒരിക്കൽ പോലും ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഒന്നിനും... നോ, എന്ത് പറയുന്നത്? എനിക്ക് എന്നോടെല്ലാം വ്യക്തമായി പറയണം. ഹംദ, ഇന്ന് ഡിസ്ചാർജ് ആണല്ലോ. നിന്നെ കൊണ്ടുപോവാൻ നിൻ്റെ പിതാവും നിൻ്റെ ഇളയമ്മയും വരും. എനിക്ക് ആ സ്ത്രീയെ കാണണ്ട, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഹംദ, പഴയ പോലെയൊന്നല്ല. ആ സ്ത്രീ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. നിന്നോട് സ്നേഹമാണ്, നിന്നെ നല്ല രീതിയിൽ നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ റോൾ എനിക്കിവിടെ അവസാനിപ്പിക്കേണ്ടതായി വരും. അജ്മൽ, എന്തിനാ എന്നെ കൊടുക്കുന്നത്? മോളെ, ഞാൻ കൊടുക്കല്ല, ഒരിക്കലും എനിക്ക് കൊടുക്കാൻ ആഗ്രഹമില്ല. പക്ഷേ നിങ്ങളുടെ നിയമം അതെനിക്ക്... സത്യം പറഞ്ഞാൽ അജ്മലിന് അത് പറയുവാൻ കഴിയുന്നില്ലായിരുന്നു. അങ്ങ് എന്താണ് ഈ പറയുന്നത്? അപ്പം എന്നോട് ഇഷ്ടമല്ലല്ലേ? എന്നെ വിട്ട് പോവുകയാണോ? ഹംദ, അങ്ങനെയല്ല, നിന്നെ വിട്ട് പോകുക എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് പോയേ മതിയാവൂ. അല്ലാതെ എനിക്കെന്നും നിൻ്റെ കൂടെ ഇങ്ങനെ... എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. നിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, നിനക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം നിന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. എന്നാൽ അതെല്ലാം പൂർത്തിയായ സ്ഥിതിക്ക് ഇപ്പോഴെനിക്ക് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഹംദ, നോ, എന്നോടത് പറയരുത് പ്ലീസ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എൻ്റെ വീട്ടിലേക്ക് പോകുവാൻ. എനിക്ക് എൻ്റെ ഉപ്പയുടെ വീട്ടിലേക്ക് പോകണ്ട. ഇളാമ്മക്ക് എന്നെ ഇഷ്ടമല്ല. മോളെ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഞാൻ എന്താ മോളെ ചെയ്യുക? നമുക്ക് എന്നാലും പഠിച്ചവൻ ഇത്രയെങ്കിലും ദിവസം നിൻ്റെ കൂടെ കഴിയാൻ വിധിച്ചല്ലോ. അജ്മൽ, പറയരുത്, അത് പറയരുത്. നിന്നെ കൊണ്ടുപോകാൻ ഇപ്പോൾ അവരെത്തും. ഒരുപക്ഷെ ഞാൻ ഇനി നിങ്ങളുടെ കൊട്ടാരം വിട്ട് പോകേണ്ട അവസ്ഥയായിരിക്കും. എനിക്ക് അവിടെയുള്ള ഡ്യൂട്ടി ഒരുപക്ഷെ സിനാനത്തിനെ അവർ വിളിക്കുമായിരിക്കും. ഇനിയൊരു പക്ഷേ എന്നെ അവർ അവിടെ നിർത്തുവാൻ ചാൻസ് കുറവായിരിക്കും. അജ്മൽ, നോ, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. അല്ല പെണ്ണേ, നീ എന്താടി പറയുന്നത്? അതെ, എനിക്ക് അജ്മലില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എന്താ കുട്ടി നീ പറയുന്നത്? ഞാൻ നിന്നെ കൊണ്ടുപോയാൽ പൊന്നുമോളെ, അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകൂലേ? കാലാകാലം ജയിലിൽ കിടക്കുന്ന അവസ്ഥ എനിക്കുണ്ടാവൂലേ? മോളെ വെറുതെ ഇവിടെ ആയിരിക്കും. പക്ഷേ എൻ്റെ ജീവിതം പിന്നെ എനിക്ക് പുറം ലോകം കാണാൻ കഴിയില്ലല്ലോ ഹംദ. അജ്മൽ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് സഹിക്കാൻ കഴിയണില്ലല്ലോ. മോളെ, സാരല്ല, പഠിച്ചവനോട് പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാകും. ഹംദയുടെ ആ മനോഹരമായ മുടികളിൽ തലോടിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. അവൾ അവനെ ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ ഹംദക്ക് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ, സഹോദരനെ, എൻ്റെ എല്ലാമായ
എൻ്റെ അജ്മൽ സാർ, അതാണ് അവൾക്ക് തോന്നുന്നത്. അതെ, അവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പഴയ രീതിയിലേക്ക് എത്തും. ഒരിക്കൽ പോലും എനിക്ക് കഴിയില്ല അവനില്ലാതെ. അവൾ കരയുകയായിരുന്നു. ഹേയ് ഹംദ, നിൻ്റെ കണ്ണുകൾ നിറയാൻ പാടില്ല മോളെ. അത് നിറയാൻ പാടില്ലല്ലോ. നീ രാജകുമാരിയെ പോലെ വളരേണ്ടവരല്ലേ. അജ്മൽ, ഞാൻ രാജകുമാരിയെ പോലെ വളർന്നിരുന്നു ഒരു കാലത്ത്, എൻ്റെ ഉമ്മയും ഉപ്പയും ഒരുമിച്ചുള്ള കാലത്ത്. പക്ഷേ എൻ്റെ ഉമ്മയുടെ മരണത്തോടു കൂടി, അല്ല, എൻ്റെ ഉമ്മയല്ല, എൻ്റെ എളാമയുടെ വരവോടുകൂടി ഞാൻ അവിടുത്തെ ഒരു ഭിക്ഷക്കാരിയായ പോലെയായി. അജ്മൽ, ഇനി എനിക്ക് അവസ്ഥ തൊടാൻ കഴിയില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. അജ്മൽ അവളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു. ഇല്ല മോളെ, ഇല്ല, ഇക്കൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റൂല. ഇക്കുണ്ടല്ലോ കൂടെ, ഒന്നും സംഭവിക്കല്ല കേട്ടോ. ഇക്കൻ്റെ കുട്ടി കരയാൻ പാടില്ല. നോ, കരയരുത്. കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹംദമോള് തോറ്റു എന്നാണ് ഇതിൻ്റെ അർത്ഥം. എൻ്റെ മുമ്പിൽ നീ കരയാൻ പാടില്ല. എപ്പോഴും ഞാനാണ് നിൻ്റെ മുമ്പിൽ താഴ്ന്നു നിൽക്കേണ്ടത്. നീ ഉന്നത കുലത്തിൽ പിറന്ന അത്രക്കും വലിയ അറബിക് ഫാമിലിയിലെ ഒരു മോളാണ്. ഒരിക്കൽ പോലും മലയാളിയായ ഒരു നാടൻ പെണ്ണല്ല നീ. അത് കേട്ടപ്പോൾ ഹംദയുടെ മുഖം, മലയാളിയായ നാടൻ പെണ്ണ്? അതെ, അത് കേരളത്തിൽ ജനിച്ച മലയാളി പെണ്ണല്ല എന്നർത്ഥം. അജ്മൽ, എനിക്ക് കേരളത്തിൽ ജനിച്ചില്ലെങ്കിലും നാടൻ പെണ്ണ് ആകാൻ പറ്റുമോ? അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അജ്മൽ ഒന്ന് ഞെട്ടി. ഹംദ, നീ എന്താ പെണ്ണെ പറയുന്നത്? അറബികളുടെ നാട്ടിൽ ജനിച്ചിട്ട് മലയാളി പെണ്ണായി ജീവിക്കാന്നോ? നിന്റെ സ്വപ്നം ഏതായാലും കൊള്ളാം. എന്തൊക്കെ തന്നെയാലും പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ എൻ്റെ പെണ്ണിനെ. എനിക്ക് പൊന്നുമോളെ സംരക്ഷിക്കാൻ ഇത്രയെങ്കിലും കഴിഞ്ഞല്ലോ. അതിനപ്പുറത്തൊക്കെയായിട്ട് ഇനി ഞാൻ എന്ത് പറയാനാ പെണ്ണെ? അജ്മൽ, എനിക്കങ്ങില്ലാതെ. അവൾ അജ്മൽ സാറിനെ കൂടുതൽ കൂടുതൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അജ്മൽ, എന്നെ വിട്ടു പോരുത്. ഹംദ, നമുക്ക് ഇതുവരെയായിട്ട് പഠിച്ചോന് ഇത്രയ്ക്കും സൗഭാഗ്യങ്ങളൊക്കെ തന്നു. ഇനി നിൻ്റെ അസുഖവും എനിക്ക് പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഭേദമാക്കാൻ കഴിഞ്ഞു. ഇനി നിൻ്റെ കാലുകളുടെ ആ ഒരു തളർച്ച കൂടി മാറ്റിക്കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ ഇവിടെ നിന്ന് പോകേണ്ട അവസ്ഥയായിരിക്കും. അജ്മൽ, എന്നാൽ വേണ്ട, എൻ്റെ കാലുകൾ അങ്ങനെ തന്നെ നിന്നോട്ടെ. ഓ നോ, അത് പറ്റില്ല, അതൊരിക്കലും പറ്റില്ല. എൻ്റെ ഹംദ ഈ അറേബ്യൻ മണ്ണിലൂടെ സുന്ദരിയായി നടക്കുന്നത് എനിക്ക് കാണണ്ടേ? പക്ഷേ എൻ്റെ കാലുകളുടെ തളർച്ച മാറിക്കഴിഞ്ഞാൽ എൻ്റെ അജ്മൽ പോകുമല്ലോ അല്ലേ? അത് എനിക്ക് പറയാൻ. പെട്ടെന്നാണ് അവിടെ വാതിലിൽ ഒരു മുട്ട് കേട്ടത്. അജ്മൽ, അവർ വന്നോ? നോക്കട്ടെ. അവളുടെ കൈ വേർപ്പെടുവിച്ച് അതാ അജ്മൽ സാർ വാതിലിനടുത്തേക്ക് ചെല്ലുന്നു. എക്സ്ക്യൂസ് മീ, ഗുഡ് മോർണിംഗ്. സിസ്റ്ററായിരുന്നോ? ഓ, ഞാൻ പേടിച്ചു പോയി. എന്താ മോളെ പേടിക്കുന്നത്? എങ്ങനെയുണ്ട്? ഇപ്പോൾ പോകുകയാണല്ലോ അല്ലേ? അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഡോക്ടറൊന്ന് നിങ്ങളെ സെറ്റിൽഡ് ആക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ വരും ഡോക്ടർ, അതിന് മുന്നോടി ഞാൻ വന്നതാണ്. അതായത് അജ്മൽ എന്ന വ്യക്തിയോടാണ് എനിക്ക് പറയാനുള്ളത്, കുട്ടിയെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. കുട്ടിക്ക് ഇതുവരെ വന്നിട്ടുള്ള ആ ഒരു ഷോക്ക് അല്ലെങ്കിൽ മാനസിക പീഡനം വരാൻ പാടില്ല. ഓക്കെ, പിന്നെ എപ്പോഴും ഒരാൾ കൂടെ വേണം കേട്ടോ. ഒറ്റപ്പെടുന്നൊരവസ്ഥ കുട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല. വീണ്ടും പഴയ രീതിയിൽ കുട്ടി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും കുട്ടി റാഹത്ത് തന്നെയാണ്. ഓക്കെ അല്ലേ മോളെ ഹംദ? അതെ സിസ്റ്റർ, തീർച്ചയായും. മോൾക്ക് എന്താ പറ്റിയത് ശരിക്കും? അത് എനിക്ക് ഒറ്റപ്പെടലിൻ്റെ വേദന യാതനയൊക്കെ എനിക്ക് എന്തൊക്കെ ആയിപ്പോയി. ഒരു നിമിഷം എനിക്ക് എൻ്റെ മരണപ്പെട്ടു പോയ
ഉമ്മയുടെയും ഉപ്പയുടെയും അരികിലേക്ക് പോകണം എന്നൊക്കെ തോന്നിപ്പോയി. എന്നാലും എനിക്ക് അജ്മൽ സാറ് കാണിച്ചു തന്നു അവരെ എല്ലാവരെയും. ഇപ്പം എനിക്ക് സമാധാനമായി. ഓ അങ്ങനെ. അജ്മൽ, നിങ്ങൾ ശരിക്കും പറഞ്ഞൊരു സൈക്കാട്രിസ്റ്റ് തന്നെ. ശരിക്കും ഡോക്ടർ ആകാമായിരുന്നില്ലേ നിങ്ങൾക്ക്? സിസ്റ്ററെ, അത് ഒരാളെ മയപ്പെടുത്തി അവരുടെ പഴയ നിലയിലേക്ക് എത്തിക്കാൻ ഡോക്ടർ ആവണമെന്നില്ലല്ലോ. അതിനുള്ളൊരു യുക്തി ഉണ്ടായ പോരെ? ആ, ശരിക്കും അത്ഭുതപ്പെട്ടു കേട്ടോ. ഡോക്ടർ വരെ നിങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞു. കാരണം നിങ്ങൾ സംസാരിച്ച് പറഞ്ഞിട്ടാണ് അവളുടെ ഈ നിലയിലേക്ക് എത്തിച്ചത്. പെട്ടെന്ന് ഡോക്ടർ കടന്നു വരും. ഹംദ, എങ്ങനെയുണ്ട്? പോകുകയാണല്ലോ അല്ലേ? അപ്പോൾ കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റിന് ശേഷം കുട്ടി വളരെയധികം ആക്റ്റീവായി വന്നു എന്നുള്ളത് നല്ലൊരു സന്തോഷകരമായ കാര്യമാണ്. പിന്നെ എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് അജ്മലിനോടാണ്. അജ്മലാണ് ഇതിൻ്റെ മുഖ്യ റോള് വഹിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടി ഇങ്ങനെ ഈ നിലയിലെത്തിയത്. ഇവിടെ വരുന്ന പേഷ്യൻസൊക്കെ ഞങ്ങൾ മെഡിസിൻസും ഷോക്കേൽപ്പിക്കലും ഇഞ്ചക്ഷനെ കൊടുക്കും എന്നല്ലാതെ ഇതുപോലെ ട്രീറ്റ് ചെയ്യാൻ, അതായത് നിങ്ങൾ പറയുന്ന പോലെ കുട്ടിയെ ഇങ്ങനെ ഇണക്കി എടുക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞ ഒരു ഡോക്ടറെക്കാളും വലിയ സ്ഥാനമാണ് നിങ്ങളിവിടെ ചെയ്തത്. ഓക്കെ, കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ അജ്മൽ. ഓക്കെ, താങ്ക് യു സർ. ഞാൻ അങ്ങനെയൊന്നുമില്ല. എനിക്ക് കുട്ടികളെ പഠിപ്പിച്ചുള്ള ശീലമാണ്. ഏതൊരു കൊച്ചുകുട്ടിയും പഠനത്തിൻ്റെ കാര്യത്തിൽ പിന്നിലേക്കായി വന്നാൽ, അല്ലെങ്കിൽ വലിയ കുട്ടിയായാലും ഇവന് പഠിക്കാൻ തീരെ താല്പര്യമില്ലെന്ന് പറഞ്ഞു വന്നാൽ ഞാൻ അവരോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, അതാണ് ഹംദയോട് ചോദിച്ചിട്ടുള്ളൂ. അതങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അവരിലേക്ക് നമ്മളങ്ങ് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ ഇങ്ങ് പോകും. മാഷാ അല്ലാഹ്, ശരിക്കും അത്ഭുതമായിരിക്കും അജ്മൽ. സത്യമായിട്ടും വളരെയധികം മനോഹരമായ വാക്കുകളാണ് നിങ്ങൾ ഉപയോഗിച്ചത്. എന്തൊക്കെ തന്നെയാലും കൈ വിടരുത് കേട്ടോ അവളെ. അതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊരു മലയാളിയാണെന്ന് കാര്യം ഞാൻ അറിഞ്ഞു. ഇവളൊരു അറബി പെൺകുട്ടിയാണ്. എന്തൊക്കെ തന്നെയാലും മനുഷ്യർക്ക് അത് ജാതിയെന്നോ മതമെന്നോ കളറെന്നോ ഭാഷയെന്നോ നാടെന്നോ ഒന്നും വ്യത്യാസമില്ല. മനുഷ്യരെല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഈ കുട്ടിയിലുള്ള ആ ഒരു ഹോർമോൺ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. നിങ്ങളെ ആ ഹോർമോണുകൾ അത് അവളിലേക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലൊരു റിലാക്ഷൻ ബിറ്റ്വീൻ, എന്താ പറയാൻ വാക്കുകളില്ല. വളരെയങ്ങ് മനസ്സുകൾ അടുത്തുപോയി എന്ന് തന്നെ പറയാം. അല്ലേ അജ്മൽ? അല്ലേ ഹംദ? അതെ സർ, സത്യമായിട്ടും എൻ്റെ അജ്മൽ സാറ് ഇനി എന്നെ വിട്ട് പോവരുതെന്ന് പറ ഡോക്ടറെ. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം നിങ്ങൾക്ക്. ഒരു പക്ഷേ ഞങ്ങൾക്ക് ഈ നിയമത്തിൻ്റെ ഈ ലീഗലായിട്ടുള്ള കാര്യങ്ങളാകുമ്പോഴേ ഞങ്ങൾക്ക് അതിനനുസരിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലീഗലായ കാര്യങ്ങളാകുമ്പോൾ ഞങ്ങൾക്കൊരു പക്ഷേ ഇത് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷേ ലീഗലായാലും ഇല്ലീഗലായാലും നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ലീഗൽ, അതാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെത്. മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുക. ഇപ്പോൾ ഹംദയുടെ മനസ്സിനെ പാകപ്പെടുത്തിയത് അജ്മലാണ് അല്ലേ? ഒരു പക്ഷേ അജ്മൽ ഇട്ടിട്ട് പോയാൽ നിൻ്റെ മാനസിക നില താളം തെറ്റാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇനി തെറ്റരുത്. എന്നെങ്കിലും അജ്മൽ തിരിച്ചു വരും അല്ലേ? അജ്മലിൻ്റെ മുഖത്തേക്ക് ഹംദ ദയനീയമായി നോക്കി. അജ്മലിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. സാറേ. അജ്മൽ പറയൂ. ഹംദയിൽ നിന്ന് അല്പം മാറി നിന്ന് സാറിൻ്റെ കൂടെ പോയിക്കൊണ്ട്, സാറേ, എനിക്ക് എന്നിവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. അതായത് എനിക്ക് ഇവൾക്ക് ഈ ഒരു ഷോക്ക് വരാൻ തന്നെ കാരണം മറ്റൊരു ഇഷ്യൂസാണ്. ഇവളുടെ എളാമ, അതായത് ഉപ്പയുടെ രണ്ടാം ഭാര്യ, അതവരുടെ ഉള്ള നിരന്തരമുള്ള ഒരു പ്രലോഭനങ്ങൾ കൊണ്ടും പ്രഹസനങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ കുട്ടി ഒരു രീതിയിലേക്ക് ആക്കപ്പെട്ടത്. പിന്നെ ഒരു ഏകാന്തമായ റൂമിൽ ഒറ്റപ്പെട്ട് കിടത്തി എന്നുള്ള രീതി, അതും കുറച്ച് ദിവസമായി. ഓക്കെ, എൻ്റെ ഫ്രണ്ട് സിനാനാണ് ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ എനിക്കിവിടെ ഒന്നും നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല, നടക്കണ ഒരു ഇവിടുത്തെ ആളെ ജീവിക്കാം, പക്ഷേ ഒരിക്കൽ പോലും എന്നെ സമ്മതിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ യഥാർത്ഥ സത്യം, സമ്മതിക്കില്ല ഒരിക്കലും. ഞാൻ അവൾ ഒരുമിച്ച് നിൽക്കുന്നത് സംസാരിക്കുന്നൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട്. അവരുടെ പിതാവിന് അത്രയൊന്നും കുഴപ്പമില്ലെന്ന് തോന്നും, കാരണം മോളുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടല്ലേ. പക്ഷേ ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട് ഡോക്ടർ. അത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ദേഷ്യമായിരിക്കും, ഭയങ്കര വേർപ്പെടുത്തൽ. പിന്നെ ഉപ്പയോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കലൊക്കെ ആകുമ്പോഴേ കുട്ടി, പിന്നെ ഉപ്പ വീണ്ടും അവളോട് ഓരോന്ന് പറയുമ്പോഴേ
തീർച്ചയായും കുട്ടിക്കത് ഒരു ഭയങ്കര ഡിപ്രഷൻ വരാൻ കാരണം ആവും. അജ്മൽ, നിങ്ങൾക്ക് ഇവിടെ തന്നെ നിന്നോടെ എന്ത് നിങ്ങൾ പോകുന്നത്? ആ അറബി വീട്ടിൽ അവിടെ നിന്നോടെ നിങ്ങളുടെ ജോലി ചെയ്ത് ഇടയ്ക്കിടെ അവളെ കാണാൻ പോകാം, അവളുടെ കാര്യങ്ങളിൽ ഏർപ്പെടാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻജോയ്മെൻറ്റ് ചെയ്യാം. ആ കുട്ടിക്ക് ഏറ്റവും അങ്ങനെ ഒരു ആൾ അത്യാവശ്യമാണെങ്കിൽ അറബി നിങ്ങൾക്ക് അതിന് അനുവാദം തരുകയാണെങ്കിൽ നിങ്ങൾക്കത് സമ്മതിച്ചൂടെ അജ്മൽ? ഡോക്ടറുടെ ആ ഒരു വാക്ക് കേട്ട് അജ്മൽ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു എന്നല്ലാതെ അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല. നാടിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ, ഉമ്മയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ, ഉമ്മയ്ക്കും ഒക്കെ പറഞ്ഞ് മനസ്സിലാകും. പക്ഷേ അതൊന്നുമല്ല, അതൊക്കെ തരണം ചെയ്യാം. ഒരുപക്ഷെ എൻ്റെ ഉമ്മയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അതൊന്നും വിഷയമല്ല. പക്ഷേ ഇവിടെയുള്ള ആ ഒരു എന്തപ്പോൾ ഞാൻ പറയാ, അവർ സമ്മതിക്കുകയില്ലേ ആർക്കറിയാം. എന്തായാലും ഹംദ എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങോട്ട് കയറിപ്പോയി മോളെ. നീ എന്തെന്നറിയില്ല, നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയണില്ല. നീ എൻ്റെ ആരൊക്കെയോ ആയ പോലെ തോന്നുകയാണ് ഹംദ മോളെ. സത്യം പറഞ്ഞാൽ അജ്മലിന് കണ്ണീരായിരുന്നു അന്ന്. ഏതാനും നിമിഷങ്ങൾക്കകം അറബി വരും. അറബി വാഹനവുമായിട്ടായിരിക്കും ഒരു പക്ഷേ, അതോ അറബിയുടെ വാഹനം കൊണ്ട് എന്നെ ഡ്രൈവറാക്കി പോകാനോ എനിക്കറിയുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ദിവസത്തിന് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു, ദുഃഖമുണ്ടായിരുന്നു. തൻ്റെ സങ്കടങ്ങളിൽ ആ മേഘക്കീറുകൾ അവരെല്ലാവരും തന്നെ നോക്കി കരയുന്നുണ്ടോ എന്നൊരു തോന്നൽ. പ്രകൃതിയിലെ ആ ഒരു ഇലകളും മരങ്ങളുമെല്ലാം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഹംദയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ? ആ ഇലകളെല്ലാം ഇളകുമ്പോൾ അതിൽ ഹംദയുടെ കണ്ണീരുണ്ടാകുമോ? എനിക്കറിയുന്നില്ല. എവിടെ നോക്കുമ്പോഴും ഹംദ, അവളുടെ ആ മുഖം എൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിച്ചു കുലുക്കിയിരിക്കുന്നുണ്ട്. അല്ലാ റബ്ബേ, പാടില്ല, തെറ്റാണ്. ഒരിക്കൽ പോലും ഞാൻ അവളെ ആ തെറ്റായ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. കാരണം അവളെൻ്റെ ബോസിൻ്റെ മോളാണ്. എന്തെന്നറിയില്ല, ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്നുള്ള ആ ഒരു അടുപ്പം എനിക്ക് അവളെ വാക്കുകൾ പറഞ്ഞ് അവളെ മയക്കിയെടുക്കുമ്പോഴും അവൾ എൻ്റെ നെഞ്ചിലേക്ക് വീഴുമ്പോഴും അതിനിടയിൽ അവൾ എൻ്റെ ആരൊക്കെയോ ആയി മാറി, എൻ്റെ സ്വന്തമെന്ന പോലെയായി മാറി. എനിക്ക് അവളൊരു പക്ഷെ ഒഴിവാക്കുകയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന ആ ഒരു വേദനയായിരിക്കും. റബ്ബേ, ഞാൻ എന്താ ചെയ്യാ? എനിക്കൊന്നും അറിയുന്നില്ലല്ലോ. അജ്മൽ, പെട്ടെന്ന് ഡോക്ടർ വിളിക്കുന്നു. ആ എന്താ അജ്മൽ? അല്പസമയം ഒറ്റപ്പെട്ട് ഒരു മൂഖമായ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് ആ സ്വപ്ന ലോകത്തിൽ നിന്ന് അജ്മൽ ഞെട്ടി ഉണർന്നത്. അജ്മൽ, എന്ത് നീ ആലോചിച്ചത്? അത് ഡോക്ടറെ, ഞാൻ വേറെ എന്തൊക്കെയോ. നോ പ്രോബ്ലം, ഞാൻ റബിയോടൊക്കെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. ഓക്കെ, ഏതായാലും അവരുടെ ഉപ്പയും എളാമയൊക്കെ വരുമല്ലേ, അവർ വന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുത്തിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരാം. അതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ കുട്ടിക്കൊന്നും സംഭവിക്കില്ല. ഓക്കെ, നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ആ ഒരു ലെവലിലേക്ക് കുട്ടി എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താ എന്നാൽ ഈ സമയം അതാ അന്ന് അറബി വീട്ടിലെ അറബിച്ച് വളരെയധികം സ്പീഡിൽ ഒരുങ്ങുകയാണ്. ഷക്കില, ആ അർബ, ദാ ഇപ്പം പോകാം കേട്ടോ. ഹംദമോളെ കാണാൻ കൊതിയായി ഒത്തിരി. സത്യം പറഞ്ഞാൽ അവൾക്കുള്ള റൂമൊക്കെ ഇനി മാറ്റണം. അവൾക്ക് ഒരു നമ്മുടെ പുതിയ റൂം തന്നെ ആക്കിയാലോ? ഹംദക്ക് കുറച്ചധികം പുതിയ ഡ്രസ്സ് എടുക്കണം. സത്യം പറഞ്ഞാൽ തൻ്റെ രണ്ടാം ഭാര്യയുടെ ആ ഒരു സ്നേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ അറബിയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, എന്തായാലും എൻ്റെ ആദ്യ ഭാര്യയ്ക്ക് അവൾ സംരക്ഷിക്കാൻ തോന്നുകയാണല്ലോ. പഠിച്ചോനെ, നല്ല ബുദ്ധി കൊടുക്ക്. പിന്നെ ഹംദ, അവളെ ഇനി മക്കളെ എല്ലാവരും അവളെ വല്ലാതൊന്നും ശല്യപ്പെടുത്തുന്ന വേണ്ടിയിട്ട് അവൾ നല്ല റിലാക്സ് ആയിട്ട് റൂമിലൊക്കെ കിടന്നോട്ടോ. മക്കളോടും അങ്ങനെ തന്നെയാണ് അറബിച്ച് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇത്താത്ത വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതെന്നറിഞ്ഞപ്പോൾ ആ അനിയത്തി കുട്ടികൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതെ, ഞങ്ങളുടെ ഉമ്മ ഇതുവരെ ഒരിക്കൽ പോലും അവളുടെ അരികിലേക്ക് അടുക്കുവാൻ സമ്മതിച്ചിട്ടില്ല. അവളോട് സംസാരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് വിലക്കും. എന്നാൽ ഇപ്പോഴിതാ ഞങ്ങളുടെ ഉമ്മ ഇങ്ങനെ പറയുന്നു. സത്യം പറഞ്ഞാൽ ആ കുട്ടികൾക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് ആയത്.
അവർ പരസ്പരം സംസാരിച്ചു. നമ്മുടെ ഉമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? ഇങ്ങനെയല്ലായിരുന്നല്ലോ ഉമ്മി. ഹംദത്തെ തീരെ മൈൻഡ് ചെയ്യരുത്, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞതായിരുന്നല്ലോ. ഉമ്മയുടെ സ്വഭാവമൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ആ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നു. ഇത്താത്താക്ക് ഇനിയും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റിനും ഇനി ഇത്താത്ത പോവുമായിരിക്കും അല്ലേ? ഇത്താത്ത പാവാലേ. ഇത്താത്താക്ക് നമ്മൾ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഉമ്മ സമ്മതിക്കില്ലല്ലോ ഇത്താത്തയോട് നമ്മൾ കൂട്ടുകൂടുന്നതെന്നും. അതെ, നമുക്ക് ഇത്താത്തയോട് കൂടെ ഇനി കിടന്നാലോ? കിടക്കാൻ പോയിട്ട് കുറച്ച് സംസാരിക്കാതിരുന്നാൽ പറ്റിയാൽ മതിയായിരുന്നു. ഇത്താത്ത പാവാണ് അല്ലേ? ഇത്താത്ത ആരുമില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ശരിക്കും അനിയത്തി കുട്ടികൾക്കും സങ്കടമായിരുന്നു ഇത്താത്തയുടെ കാര്യത്തിൽ. പക്ഷേ ഞങ്ങളുടെ ഉമ്മ ഒന്നിനും സമ്മതിക്കുന്നില്ല. അതാണ് ആ കുട്ടികൾക്കുള്ള പേടി. അങ്ങനെ അതാ എളാമയും അറബിയും കൂടെ പുറപ്പെടുകയാണ് ഹംദിയെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക്. സ്നേഹത്തോടെയായിരുന്നു അവർ സംസാരിച്ചത് അറബിയോട്. ഹംദ മോൾക്ക് ഒരു വിഷമം വരാൻ പാടില്ല. അവളുടെ ഉമ്മയില്ലാത്തതൊന്നും ഇനി അവൾ അറിയിക്കരുത്. ആ ഒരു നല്ല രീതിയിൽ നല്ലൊരു ഉമ്മയായിട്ട് ഞാൻ അവളുടെ കൂടെ ഉണ്ടാകും എപ്പോഴും. എന്താ ഷക്കീൽ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴാണ് സമാധാനമായത് നിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ. എൻ്റെ ഹംദിയെ ഞാൻ ഒരുപാട് ആലോചിച്ചതായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് എനിക്ക് മനസ്സിലായി ഞാൻ വന്നത് മുതൽ എന്നല്ലേ. ഞാൻ വന്നത് മുതൽ അതിന് സമ്മതിച്ചില്ല. ഞാൻ വന്നത് മുതൽ അവർക്ക് മാത്രം സ്നേഹം നൽകിയാൽ എങ്ങനെ? എനിക്ക് വേണ്ടേ അല്പം സ്നേഹം? നിങ്ങളുടെ സ്നേഹം എനിക്ക് ലഭിക്കണം, പിന്നീട് എൻ്റെ മക്കൾക്ക് ലഭിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞു. ഞാൻ ഒരിക്കലും നിങ്ങളോട് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഷക്കീൽ, നീ പറയുന്നത് എനിക്കങ്ങോട്ട് എന്താ? ഞാൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നോ? ഞാൻ പറഞ്ഞത് എന്നെയും മക്കളെയും നോക്കണം, അവൾ മാത്രമല്ല നിങ്ങൾക്ക് മോളെന്നുള്ളതാണ്. അതങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഞാൻ നോക്കിയിരുന്നല്ലോ. പക്ഷെ നീ അതല്ലായിരുന്നല്ലോ പറഞ്ഞത്. നീ തീരെ അവളോട് മൈൻഡ് ചെയ്യരുത്, അവളെ മാനേജ് ചെയ്യരുത്, അവൾ എങ്ങോട്ട് ഷോപ്പിങ്ങിന് കൊണ്ടുപോകരുത്, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കരുത്. അങ്ങനെ ഒരു കാലത്ത് പറഞ്ഞെന്ന് വിചാരിച്ച് കാലാകാലം അങ്ങനെ വാങ്ങണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. എനിക്കിപ്പോൾ അവൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കണം എന്നത് മാത്രമാണ്. നിനക്കെന്താ ഇത്രയധികം? അതുവരെ നീ അവൾ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള ചിന്താഗതിയായിരുന്നല്ലോ. എന്താ അവളുടെ സ്വത്ത് നഷ്ടപ്പെടുന്ന ഭയന്നിട്ടാണോ? ഹേയ്, അതൊന്നുമല്ല. പിന്നെന്താ? ഒന്നുമല്ല. എനിക്ക് അവളിവിടെ നിർത്തൽ നിർബന്ധമായി. എനിക്ക് അവളെ ഇനി ഒരിക്കലും മറ്റുള്ളവരോടൊപ്പം ജീവിക്കുന്നത്, ഇടപഴകുന്നത് അത് പറ്റില്ല. ശരിക്കും അറബി ചോദിച്ചു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നീ സ്നേഹം കൊണ്ടല്ലേ അവളെ കൊണ്ടുപോയിരുന്നത്? സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സുന്ദരനായ ആ ചെറുപ്പക്കാരൻ, ആ ഒരു അജ്മൽ, അവളുടെ അരികിൽ ഇരിക്കുന്നതും സംസാരിക്കുന്നതും അവളെ തലോടുന്നതും കാണുമ്പോൾ ശരിക്കും ഷക്കീലക്ക് ശരിക്കും ദേഷ്യമാണ് വന്നത്. സുന്ദരനായ ഒരു ചെക്കൻ, അതും ഒരു മലയാളി ചെക്കൻ, അവളുടെ കൂടെ അവനെങ്ങനെ നിൽക്കുക? ഞാനാണെങ്കിൽ ഈ ഒരു തന്തയായ അറബിയോടൊപ്പം. അയ്യേ, എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ഭർത്താവിനെ കിട്ടുമായിരുന്നു. ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് സ്വത്തും സമ്പാദ്യവും ഉണ്ടെന്ന് കരുതിയിട്ട് തന്നെയാണ് ഇയാളോട് ഉള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചതും. പക്ഷേ ഇപ്പോഴെനിക്ക് മറ്റു പലതും തോന്നുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ബന്ധത്തിലെ മകൾക്ക് നല്ലൊരു ചെറുപ്പക്കാരനുമായി നല്ല സൗഹൃദം, അത് കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി തുടങ്ങുകയാണ്. അത് നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കണം, അവളങ്ങോട്ട് കൊണ്ടുവരണം. പെട്ടെന്ന് അറബിച്ച് ചോദിക്കുന്നു, അല്ല അർബ, പിന്നെ സിനാൻ്റെ കാര്യം എന്തായി? സിനാൻ, അവനെ വിളിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളും, അവനവൻ്റെ ഫാമിലി ഉണ്ടെന്നാണ് കേട്ടത്. എല്ലാവർക്കും ഫാമിലിയും സ്നേഹബന്ധങ്ങളും ഉണ്ടല്ലേ? എന്നാൽ സിനാനോട് ഇനി വരേണ്ടെന്ന് പറയണം. അതെന്താ? സിനാൻ്റെ ജോലി കൂടി അജ്മലിന് കൊടുക്കണം. ശരിക്കും അത് കേട്ടപ്പോൾ അറബി പറഞ്ഞു, സിനാൻ്റെ ജോലി അല്പം ഹാർഡായ ജോലിയല്ലേ നീ അവനക്ക് വേണ്ടി കരുതിയത്? അതിനെന്താ, ഇനി സിനാൻ ഇവിടെ വേണ്ട, പകരം അജ്മൽ ചെയ്യട്ടെ. അവന് റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതല്ല. റെസ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് കൂടി അത് കേടായിരിക്കും. എന്താ നീ പറയുന്നത്? അതെ, അവന് വീട്ടിൽ മറ്റു ജോലികളെല്ലാം ചെയ്യട്ടെ. ഹംദിയെ സംരക്ഷിക്കുന്ന ജോലിയൊന്നും അവനെ ഏൽപ്പിക്കണ്ട.
സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ അറബിക്ക് സങ്കടം വന്നു. ഷക്കീൽ, നീ പറയുന്നത് തികച്ചും അവൾ ഈ ഒരു മാനസിക നിലയിൽ ആകെ അവൾ പരിഭ്രാന്തയായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് അവളെ ശരിക്കുള്ള ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് അവനാണ്. അത് നീ മറക്കരുത്. ഞാൻ മറന്നിട്ടൊന്നുമില്ല. ആ, ഓക്കെ ആയല്ലോ, ഇനിയിപ്പോൾ എന്താ, നോ പ്രോബ്ലം, ഇനി ഒരു കുഴപ്പമില്ല. അവൾ വേറെ താമസിക്കട്ടെ. അവനൊരിക്കൽ പോലും കാണാത്ത രീതിയിൽ. ശരിക്കും അറബിക്ക് അത് വല്ലാത്തൊരു ടെൻഷനായി. അതെന്താ അങ്ങനെ? എന്തുകൊണ്ട്? അതെനിക്ക് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഓഹോ, അപ്പോൾ അത്രക്കും നീ അവളെ അത്യാസന്ന നിലയിലാക്കിയിട്ട് ഇപ്പോൾ നിനക്ക് അവനാണ് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് നീ എന്താ ഈ സംസാരിക്കുന്നതിൽ എന്തർത്ഥമാണ് ഷക്കീല ഉള്ളത്? കൂടുതൽ എന്നോട് പഠിപ്പിക്കണ്ട. അത് എനിക്ക് പറയാം, എനിക്കറിയും എന്ത് വേണമെന്നുള്ളത്. ഷക്കീല, നീ ഇവിടുത്തെ ഭരണാധികാരി ആയ പോലെയാണല്ലോ നിൻ്റെ സംസാരം. അതിനെന്താ, ഭർത്താവിനുള്ളത് ഭാര്യയ്ക്ക് തന്നെയല്ലേ? അതുകൊണ്ട് ഞാൻ ഭരിക്കേണ്ടവൾ തന്നെയാണ്. ഭരിക്കാതെ സംഭവം ഒന്നും നടക്കില്ല. നിങ്ങൾ ഈ വയസ്സുകാലത്ത് എന്ത് ചെയ്യാനാ? ഷക്കീല, നീ എന്താ പറയുന്നത്? എന്താ വയസ്സെന്ന് വിളിച്ചത് നിങ്ങൾക്ക് പറ്റിയില്ലേ? കിളവനെന്ന് വിളിച്ചാലോ? ശരിക്കും ആ അറബിച്ചിയുടെ അഹങ്കാരം അത് അയാളെ, എനിക്ക് കുഴപ്പമില്ല, വയസ്സനെന്നോ കിളവനെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, എനിക്ക് അതിലൊന്നും വിഷയമില്ല. കാരണം എന്താ, ആ ഒരു 19 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കിളവനൊക്കെ ആയില്ലേ, അതിനെന്താ ഇത്ര മോശം? അതൊന്നും കുഴപ്പമില്ല. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു വലിയുപ്പയായിരുന്നു. അതും എനിക്ക് മോശമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതൊന്നും നടന്നില്ല. നിൻ്റെ വാക്ക് കേട്ട് അതിലെങ്ങനെ വീണ് പോയി ഞാൻ. അതെ, എന്നോട് കൂടുതൽ ഇപ്പോൾ സംസാരിക്കണ്ട. നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിലാണ്. അതുമാത്രമല്ല, ഹംദയെ തിരിച്ചു കൊണ്ടുവരണം. അവളെ നല്ല രീതിയിൽ പരിചരിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും അറബിക്ക്, പഠിച്ചവനെ, ഇവളുടെ മനസ്സ് എന്താ ഞാൻ വിശ്വസിക്കുക? ഷക്കീല, നീ യഥാർത്ഥത്തിൽ പറയുകയാണോ എൻ്റെ കുഞ്ഞിനെ? എന്ത് നിങ്ങളീ പറയുന്നത്? നിങ്ങളുടെ ആദ്യ ഭാര്യയുള്ള മകൾ അവൾ എൻ്റെ കൂടി മകളാണ്. അല്ലാതെ ഒരിക്കൽ പോലും അത് ഞാൻ എളാമ എന്നുള്ള സ്ഥാനത്ത് ഞാൻ അവളെ കാണില്ല. അതിന് കഴിയില്ല. അവളെ എൻ്റെ മകളായിട്ട് തന്നെ ഞാൻ വളർത്തും. സത്യം പറഞ്ഞാൽ അറബിച്ചിയുടെ ആ സംസാരം കേട്ടിട്ട് അറബിക്ക് എന്തൊക്കെയോ ഒരു ദുരൂഹതകൾ തോന്നുന്നുണ്ടോ അറിയില്ല. എന്നാലും അവളുടെ ഒരു വാക്കുകൾ, പിന്നെ അവിടെ പോയിട്ട് അജ്മലിനെ കൂടുതൽ തലയിൽ വെച്ച് താക്കാളം നിൽക്കണ്ട. അവൻ്റേതായിട്ടൊരു സ്ഥാനമുണ്ട്. ഇവിടെ ഒരു വേലക്കാരൻ്റെ റോളിലാണ് അവൻ കയറിയത്. അതുകൊണ്ട് തന്നെ ആ റോള് വിട്ട് മറ്റൊരു റോളും അവനക്ക് കൊടുക്കാൻ പാടില്ല. ഓക്കെ? ഹംദിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ട്രീറ്റ്മെൻറ്റിന് വേണമെങ്കിൽ ആരെങ്കിലും വരുത്താം. അല്ലാതെ വേറെ വഴിയൊന്നും ചിന്തിക്കേണ്ട. എന്താ, എൻ്റെ മകളെ പഴയ രീതിയിൽ നീ ആക്കരുത് കേട്ടോ വീണ്ടും. എന്താ നിങ്ങൾക്ക് അജ്മലിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇത്രയധികം ഒരു ദേഷ്യം? അജ്മലാണ് എൻ്റെ കുട്ടിയെ രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് കടപ്പാടുണ്ട്. അറബിയുടെ വാക്കുകൾ ശക്തമായിരുന്നു. ഷക്കീലയ്ക്ക് ഒരു വാക്ക് പോലും മിണ്ടുവാൻ കഴിഞ്ഞില്ല. ഞാൻ നല്ലതിനു വേണ്ടിയാണ് പറയണത്, നിങ്ങൾ മറക്കണ്ട. ഒരു മലയാളി ചെക്കനാണ്, പുറം ലോകക്കാരനാണ്, അത് മറക്കണ്ട. അതിനെന്താ, ഞാനും ഒന്നും ചിന്തിച്ചില്ലല്ലോ. ചിന്തിക്കൊന്നും വേണ്ട, അതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും. സത്യം പറഞ്ഞാൽ അസൂയായിരുന്നു അറബിച്ചിക്ക്. അതെ, അജ്മൽ അത്രക്കും ഭംഗിയുള്ള ആ ഒരു ചെറുപ്പക്കാരൻ. ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു അങ്ങനെയൊക്കെ. പക്ഷേ തനിക്ക് കിട്ടിയത് ഈ കിളവനെ ആയിപ്പോയി. എന്ത് ചെയ്യാം? എൻ്റെ അപ്പോഴത്തെ എടുത്തുചാട്ടം തന്നെ. ഞാൻ സ്വത്ത് സമ്പത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കിയില്ല. അതെ, ആക്സിഡൻ്റായി മരണപ്പെട്ട അയാളുടെ ഭാര്യയും മക്കളുമൊക്കെയുള്ള അയാളെയാണ് ഞാൻ. പക്ഷേ സ്വത്തിനും സമ്പത്തിനും സുഖത്തിനും ഒരു കുറവില്ല. പക്ഷേ അജ്മലിനെ കണ്ടതു മുതൽ എൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ തോന്നി തുടങ്ങി. ഒരിക്കൽ പോലും ഹംദയെ വിട്ടുകൊടുക്കാൻ പാടില്ല. എനിക്ക് കിട്ടാത്ത സുഖം അവർക്ക് കിട്ടാൻ പാടില്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോ, സത്യം പറഞ്ഞാൽ എനിക്ക് അതൊട്ടും ഇഷ്ടമല്ല കാണുന്നത് തന്നെ. വാഹനം ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലേക്ക് അതാ പോകുവാൻ വേണ്ടി അവർ ഇറങ്ങുന്നു. പിന്നെ പറഞ്ഞതൊക്കെ അറിയാലോ, അജ്മലിൻ്റെ സ്ഥാനം ഇനി വീട്ടിലെ ജോലിക്കാരൻ്റെ സ്ഥാനം മാത്രമാണ്. അല്ലാതെ ഒരു രാജകുമാരിയെ പരിചരിക്കുന്ന ആ ഒരു സ്ഥാനമല്ല. ശരിക്കും അറബി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എന്തൊക്കെയാണ് പറയുന്നത്? അതൊക്കെ ഞാൻ തീരുമാനിക്കും പോലെ ആയിരിക്കും. അല്ലാതെ നിങ്ങൾ തീരുമാനിക്കും പോലെയാണെങ്കിലേ മറ്റു ചിലത് എനിക്കും തീരുമാനിക്കേണ്ടി വരും. എന്താ,
എന്താ നീ പറയുന്നത്? അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ അതാ അവർ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുന്നു. അജ്മലും ഹംദയും ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. ശരിക്കും അജ്മൽ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി മാത്രമാണ് ആ പെൺകുട്ടിയെ നോക്കിയത്. മറ്റ് ഒരു ചിന്തയും അവനുണ്ടായിരുന്നില്ല. അത് ചിന്തിക്കാൻ പാടില്ലല്ലോ. റബ്ബേ, അസുഖത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞാനിങ്ങനെ ഹംദയോട് അടുത്തത്. അവൾ വായിയെടുത്തതും കൊണ്ടുപോയതും അതൊക്കെ. ഇപ്പോൾ അവൾ ഏറെക്കുറെ റെഡിയായി കഴിഞ്ഞു. ആ വാതിലിൻ്റെ മുട്ട് കേട്ട് അവർ രണ്ടുപേരും ഒന്ന് ഞെട്ടി. ആ വാതില് കുറ്റിയിട്ടിട്ടില്ലായിരുന്നു, ചാരിയിട്ടുള്ളായിരുന്നു. അങ്ങനെ അതാ അറബിച്ചി ആ വാതിൽ പെട്ടെന്ന് തുറക്കുന്നു. വാതിൽ തള്ളി തുറന്നപ്പോൾ കണ്ട ആ ഒരു രംഗം അത് കേട്ട് അറബിച്ചിക്ക് ദേഷ്യം ഇരച്ചു കയറി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.